മായമ്മ മായമ്മ ഇന്നലെ രാത്രി അച്ഛമ്മ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അച്ഛമ്മ എന്നോട് പറയുവാ മായമ്മ പാവമാണ്, മായമ്മയ്ക്ക് ഒരുപാട് വിഷമായി, മായമ്മ വേദനിപ്പിക്കലെന്ന്. പിന്നെ മായമ്മ അച്ഛമ്മയുടെ സ്ഥാനത്ത് കാണണമെന്നും പറഞ്ഞു. സോറി മായമ്മ, ഞാൻ എന്തെങ്കിലും മായമ്മയ്ക്ക് വിഷമം വരുന്ന രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ മായമ്മയ്ക്ക് വിഷമം വരുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും സോറി. ഞങ്ങളും മായമ്മയുടെ കൊച്ചുമക്കളല്ലേ, ഇങ്ങോട്ടും മായമ്മ ഞങ്ങളത്ത് മിണ്ടാറില്ലല്ലോ. സോറി മായമ്മ. നോക്ക് മായമ്മയ്ക്ക് നിങ്ങൾ 3 പേര് കൊച്ചുമക്കളെ പോലെ നല്ല മായമ്മയുടെ കൊച്ചുമക്കളെ തന്നെയാ. മായമ്മക്ക് നിങ്ങളുടെ 3 പേരോടും ഒരു ദേഷ്യവും പിണക്കവും ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. നോക്ക്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഉള്ള ദേഷ്യവും പിണക്കവും ഞാനെന്തിനാ നിങ്ങളോട് തീർക്കണം? മായമ്മക്ക് നിങ്ങളുടെ ദേഷ്യമില്ല, പിണക്കവും ഇല്ല. സന്തോഷായ ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ. ഞങ്ങള് പോട്ടെ മായമ്മ. സോറി അച്ഛൻ, നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ. പാടാ. അച്ഛൻ എവിടെ ഇല്ലേ? അച്ഛൻ വന്നോളും, ചേച്ചി കാര്യം പറ. മായമ്മ കെട്ടിപ്പിടിക്കുന്നു, ചേച്ചി കരയുന്നു, മായമ്മ കരയുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ചേർത്ത് പിടിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞെക്കി കൊല്ലാൻ പോവാണെന്ന്. അർജുനോടെ പറഞ്ഞ് നീ കേട്ടില്ലേ? മായമ്മയുടെ വീക്ക്നെസ് അച്ഛമ്മയാ. അതുകൊണ്ട് അച്ഛമ്മന്റെ സ്വപ്നത്തിൽ വന്നതൊക്കെ ഞാൻ കള്ളം പറഞ്ഞു. ഇപ്പൊ മായമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമില്ല. മെല്ലെ മെല്ലെ നമ്മൾ മായമ്മ ട്രാക്കിലാക്കണം. എന്നിട്ട് മായമ്മയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ സത്യം അറിയും.